പ്രവാചകനായ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അദ്ദേഹം ഹദീസിൽ പഠിപ്പിച്ചത് ഞാൻ വായിച്ചിട്ടുണ്ട്. പടച്ചോൻ അന്ത്യനിമിഷം അവസാന സമയങ്ങളിൽ ദൃഷ്ടി പുലർത്താത്തത്, നോക്കാത്തത് പുരുഷവേഷം കെട്ടിയ സ്ത്രീയെയാണ് എന്ന്. അപ്പൊ ഖുറാനിലും ഹദീസിലും ജീവിക്കേണ്ട പ്രക്രിയകളെക്കുറിച്ച് പഠിപ്പിച്ചിരിക്കുന്നു. നമ്മൾ അതിന് വിപരീതമായി പ്രവർത്തിക്കുന്നതിൻ്റെ നമ്പർ 1. ആര് പറഞ്ഞിട്ടാണ് നിങ്ങളുടെ മകൾക്ക് ഈ ജീൻസ് വാങ്ങിച്ചു കൊടുത്തത്? ഖുറാനിൽ പറഞ്ഞോ? പ്രവാചകന്മാർ പറഞ്ഞോ? ഹദീസ് പറഞ്ഞോ? പണ്ഡിതന്മാർ പറഞ്ഞോ? ആര് പറഞ്ഞിട്ടാണ് സിസ്റ്റർ അല്ലെങ്കിൽ ബ്രദർ മക്കൾക്ക് ജീൻസ് പാൻസ് മകൾക്ക് വാങ്ങിച്ചു കൊടുത്തത്? മറ്റുള്ളവരെല്ലാം ഇട്ടോണ്ട് നടക്കുകയല്ലേ, അപ്പോ നമ്മുടെ മോളും ഇടട്ടെ എന്ന്. പക്ഷേ ഇട്ടോണ്ട് നടക്കുന്ന പലർക്കും വരും ഭാവിയിൽ നല്ല രീതിയിൽ മക്കൾ ജനിക്കില്ല എന്ന് മാത്രമല്ല, ജനിച്ചാൽ തന്നെ അതിലെ പല കുട്ടികളും ട്രാൻസ്ജെൻഡർ എന്ന് പറയുന്ന ആണും പെണ്ണും കെട്ട കഥാപാത്രത്തെ പോലെ ആകാനുള്ള ചാൻസ് കൂടുതലാണ്. അപ്പോൾ സൃഷ്ടാവ് ആദം നബി എന്ന ഉത്തമനായ പുരുഷനെ സൃഷ്ടിച്ചു. ഔവ അമ്മ എന്ന് പറയുന്ന ഉത്തമയായ സ്ത്രീത്വമുള്ള സ്ത്രീയെ സൃഷ്ടിച്ചു. നമ്മളാകുന്ന മനുഷ്യർ നമ്മളുടേതായ സ്വാർത്ഥ ചിന്തകളിലൂടെ നമ്മൾ ട്രാൻസ്ജെൻഡറും നപുംസകം ഹിജിഡ എന്ന തരത്തിൽ നോർത്ത് ഇന്ത്യൻ ഫെമിനിസ്റ്റുകളുടെ ടൈപ്പിൽ നമ്മൾ സ്ത്രീത്വം അധപ്പതിപ്പിക്കുന്ന പെൺകുട്ടികളെയും പുരുഷത്വം അധപ്പതിപ്പിക്കുന്ന ആൺകുട്ടികളെയും നമ്മൾ സൃഷ്ടിച്ചു തുടങ്ങിയിട്ടുണ്ട്. അവരുടെ എണ്ണം ഇന്ന് നമ്മുടെ നാട്ടിൽ കൂടി വരുന്നോ കുറഞ്ഞു വരുന്നോ? കൂടി വരുന്നു. വരും ദിവസങ്ങളിൽ അത് കൂടിയിരിക്കും. എൻ്റെ കയ്യിൽ എൻ്റെ എവിഡൻസ് ഉണ്ട്. അത് നമുക്ക് സമയം കിട്ടുകയാണെങ്കിൽ അതും പറയാം. എങ്ങനെയാണ് ട്രാൻസ്ജെൻഡർ ജനിക്കുന്നത്? സിമ്പിളായി പറഞ്ഞാൽ, ഹദീസിൽ 1500 വർഷങ്ങൾക്ക് മുമ്പ് പ്രവാചകൻ പഠിപ്പിച്ചു സ്ത്രീകൾ പുരുഷവേഷം കെട്ടരുത് എന്ന്. എന്തുകൊണ്ട്? ആൺ അല്ലെങ്കിൽ ബൈബിളിൽ പഠിപ്പിച്ചിട്ടുണ്ട്. ബൈബിളിൽ വേറൊരു വചനമുണ്ട്, പുരുഷന്മാർ സ്ത്രീകളുടെയോ സ്ത്രീകൾ പുരുഷന്മാരുടെയോ വസ്ത്രങ്ങൾ ധരിക്കാൻ പാടില്ല. വിശുദ്ധ ബൈബിൾ നിയമാവർത്തനങ്ങൾ 22:5. എന്തുകൊണ്ട് ബൈബിളിലും ഖുർആനിലുമെല്ലാം, അത് മതഗ്രന്ഥങ്ങളാണ്, എന്തുകൊണ്ട് ഇത് ശക്തമായി പ്രവാചകൻ അത് പറഞ്ഞു അല്ലെങ്കിൽ ഹദീസിൽ അത് വന്നു? എന്തുകൊണ്ട്? സിമ്പിൾ. നമ്മൾ ധരിക്കുന്ന വസ്ത്രം നമ്മുടെ സ്വഭാവത്തിനെ സ്വാധീനിക്കുമോ ഇല്ലയോ? വേണ്ട. നമ്മൾ കഴിക്കുന്ന ആഹാരം നമ്മുടെ സ്വഭാവത്തിനെ സ്വാധീനിക്കുമോ ഇല്ലയോ? ഇവിടെ സംഘാടകർ എനിക്ക് വെള്ളം കൊണ്ടു തന്നു. ഈ വെള്ളത്തിൽ ലഹരി പദാർത്ഥമാണ് ഇരുന്നിരുന്നതെങ്കിൽ ഇപ്പം എൻ്റെ സ്വഭാവം വേറൊന്നാവുമായിരുന്നു. റൈറ്റ്? അപ്പം നമ്മൾ കഴിക്കുന്ന ആഹാരം നമ്മുടെ സ്വഭാവത്തിനെ സ്വാധീനിക്കും. അതുപോലെ തന്നെയാണ് നമ്മൾ ധരിക്കുന്ന ഡ്രസ് നമ്മുടെ സ്വഭാവത്തിനെ സ്വാധീനിക്കും. യാതൊരു സംശയമില്ല. ഇപ്പൊ ഈ ഡ്രസ്സ് നിങ്ങളിൽ നിന്ന് മാറ്റിയിട്ട് നിങ്ങൾക്കൊരു IPS-കാരന്റെ യൂണിഫോം, പോലീസ് ഓഫീസറിന്റെ യൂണിഫോമാണ് തന്നാൽ നിങ്ങളുടെ ചിന്തകളിൽ എന്തു പോകും? ഞാനും പോലീസിനെ പോലെയാണ്. എന്നാൽ ഇത് മാറ്റിയിട്ട് നിങ്ങൾക്ക് ഒരു ലോഹയാണ് ഇടുന്നതെങ്കിൽ അതിൻ്റെ ഒരു ചിന്തകളിലേക്ക് പോകും. എന്തിന്? ചാന്ത് പൊട്ടെന്ന് പറഞ്ഞ സിനിമയിൽ ദിലീപ് സ്ത്രീവേഷം അഭിനയിച്ചിട്ട് 2 മാസക്കാലം എടുത്തു ആ സ്ത്രീത്വ ഭാവത്തിൽ നിന്ന് ദിലീപിന് മുക്തി കിട്ടാനെന്ന് ദിലീപ് തന്നെ പറഞ്ഞിരുന്നു. ഇനിയാണ് സയൻസ്. കുറച്ച് സയന്റിഫിക്കലായിട്ടേ പറയാൻ പറ്റൂ. ഞാൻ മതപ്രഭാഷണ പരമ്പരക്കാരനല്ല, ഞാൻ കഥാപ്രസംഗക്കാരനും അല്ല. ഞാൻ എൻ്റെ ബയോളജി, മൈക്രോബയോളജി ശാസ്ത്രത്തിൻ്റെ സാറാണ്. അത് എനിക്ക് നിങ്ങളെ പഠിപ്പിക്കുന്ന രീതിയിൽ പറഞ്ഞു തരാനാണ് എനിക്ക് കൂടുതൽ ഇഷ്ടം. നമ്മുടെ ചിന്തകൾ നമ്മുടെ DNA-കളെ സ്വാധീനിക്കും. DNA-യും ക്രോമസോമെന്നും കേട്ടിട്ടുള്ളവരൊന്ന് കൈപൊക്കിയേ. സന്തോഷം. ഈ DNA-കളും ക്രോമസോമുകളുമാണ് നമ്മുടെ സ്പേമിലൂടെ, നമ്മുടെ ഓവത്തിലൂടെ അടുത്ത തലമുറ മക്കളിലേക്ക് എത്തിച്ചേരുന്നത്. നമ്മുടെ ചിന്തകൾ DNA-കളെ ഇൻഫ്ലുവൻസ് ചെയ്യുമ്പോൾ സ്ത്രീവേഷം അല്ലെങ്കിൽ നമ്മുടെ മക്കൾ ജീൻസും ഷർട്ടും ഇട്ട്, ഇതായിരുന്നു വിമൻസ് കോളേജിൽ അന്നുണ്ടായ കോൺട്രവേഴ്സി. പക്ഷെ മുഴുവൻ പറയാൻ അവസരം കിട്ടിയില്ല. നിങ്ങൾ ആമ്പിള്ളേർ ധരിക്കുന്ന പോലെ ധരിക്കരുത്, ആമ്പിള്ളേർ ചാടുന്ന പോലെ ചാടരുത് എന്ന് ഞാൻ പറഞ്ഞു.
പെൺകുട്ടികൾക്ക് ഒരു അടക്കവും ഒതുക്കവും ഉണ്ടാകണം എന്ന് പറഞ്ഞു. അത് വിമൻസ് കോളേജ് ആയതുകൊണ്ട്. ആൺകുട്ടികളായിരുന്നെങ്കിൽ അതുകൂടെ ചേർത്ത് തന്നെയാണ് പറയുന്നത്. കാരണം അടക്കവും ഒതുക്കവുമുള്ള ഒരു പെൺകുട്ടിക്കും ഒരു ആൺകുട്ടിക്കും മാത്രമേ നല്ല മക്കൾ ജനിക്കൂ. അതിലേക്ക് ഞാൻ രണ്ടാമത് വരാം. ആദ്യം ജീൻസിലേക്ക് പോകാം. പെൺകുട്ടി ജീൻസും ഷർട്ടും ഇട്ട് ധരിച്ച് നടക്കുമ്പോൾ അവളുടെ ചിന്താഗതികളിൽ ഞാനും ആണിനെ പോലെ തന്നെയാണെന്നുള്ള ചിന്തയുണ്ടാകും. ഈ ചിന്തയുണ്ടാകി നിരന്തരം ഈ ചിന്ത ഉണ്ടാകുമ്പോൾ രണ്ട് കാര്യങ്ങൾ അവിടെ നടക്കും. ഒന്ന്, അവളിലെ ആണിന്റെ സ്വഭാവത്തിന്റെ ജീനുകൾ ഉണരാൻ തുടങ്ങും. എന്താണ് ആണിന്റെ സ്വഭാവത്തിന്റെ ജീനുകൾ? നിർബന്ധ ബുദ്ധി, പിടിവാശി, കുറച്ച് അഹങ്കാരം, അനുസരണക്കുറവിന്റെ കുറച്ച് സാധനങ്ങൾ, നിഷേധാത്മകതയുടെ കുറച്ച് സാധനങ്ങൾ. ഇതൊക്കെ നമ്മൾ ആണുങ്ങളുടെ ഒരു കുത്തകയാണ്. അതുകൊണ്ട് തന്നെ നമ്മൾ പെട്ടെന്ന് രോഗിയാകുന്നതും ഹാർട്ട് അറ്റാക്ക് ഉണ്ടാകുന്നതും. സ്ത്രീ സഹോദരിമാരുടെ ക്വാളിറ്റി എന്താണ്? സഹനം, സമർപ്പണം, ക്ഷമ, കരുണ, വാത്സല്യം, ആർദ്രത, അങ്ങനെ കുറേ ജീനുകളുണ്ട്. അപ്പൊ അതുകൊണ്ടാണ് ഈ ലോകത്ത് ഒരു ഉമ്മയ്ക്ക് ലോകത്തിലെ ഏറ്റവും വലിയ വേദനയായ പ്രസവ വേദന സഹിക്കാൻ പറ്റുന്നത്. ഒരിക്കലും ഒരു കാലത്തും ഒരു പുരുഷനും സഹിക്കാൻ പറ്റാത്തൊരു സാധനമാണ് ഈ പ്രസവ വേദന. അതുകൊണ്ടാണ് സ്ത്രീ എന്ന് പറയുന്ന അമ്മ എത്രയോ ഉയരങ്ങളിലാണ് നിൽക്കുന്നത്. ഒരു നല്ല അമ്മ, ഒരു നല്ല സഹോദരിയുടെ സ്ഥാനം എന്നെ സംബന്ധിച്ച് വളരെ ഉയരങ്ങളിലാണ്. അതുകൊണ്ടാണ് ഭാരത മാതാവ് എന്ന് ഇന്ത്യ ഭാരതത്തിൽ നമ്മൾ ആ കാഴ്ചപ്പാട് പറയുന്നത്. അല്ലാതെ ഭാരത അച്ഛൻ എന്ന് എവിടെയും പറഞ്ഞ് ഞാൻ കേട്ടിട്ടില്ല. അപ്പൊ സ്ത്രീയുടെ സ്ഥാനം വളരെ ഉയരങ്ങളിലാണ്. അവൾ സംരക്ഷിക്കപ്പെടേണ്ടവളാണ്, ആദരിക്കപ്പെടേണ്ടവളാണ്. അതിനുള്ള എല്ലാ സംഗതികളും വേദത്തിനകത്ത് കൃത്യമായിട്ടുണ്ട്. പക്ഷെ ഇനി പറയുന്ന കാര്യം കൃത്യമായി ശ്രദ്ധിക്കുക. വിശുദ്ധ ബൈബിളിൽ ഒരു വചനമുണ്ട്, കലഹക്കാരിയും ബഹളക്കാരിയുമായ ഭാര്യയാണ് വീട്ടിലുള്ളതെങ്കിൽ ഭർത്താവിൻ്റെ കൂടെ തട്ടിൻ്റെ മുകളിൽ കയറിയിരുന്നോളാൻ പറഞ്ഞിട്ടുണ്ട്. രണ്ടാമത് ഒന്നുകൂടെയുണ്ട്, കോപശീലയും കലഹക്കാരിയുമാണ് ഭാര്യയെങ്കിൽ ഭർത്താവിൻ്റെ കൂടെ മരുഭൂമിയിൽ പോയി ജീവിച്ചോളാൻ. അതുകൊണ്ടാണ് എല്ലാവരും UAE വന്നതെന്നല്ല ഞാൻ പറഞ്ഞത് കേട്ടോ. ഇത് ബൈബിളിൽ സുഭാഷിതങ്ങൾ എന്ന് പറയുന്ന പുസ്തകത്തിനകത്ത് ഉണ്ട്. ഞാൻ കാണിച്ചു തരാം. പക്ഷെ ഒരു കാര്യം ഉറപ്പാണ്, വീട്ടിൽ കലഹവും ബഹളവും വെക്കുന്ന ഒരു സഹോദരി ആ വീട്ടിൽ പിശാചിന്റെ പ്രതിരൂപമായി മാറുന്നു. കാരണം ക്ഷമയും കരുണയും ആർദ്രതയും സഹനവുമുള്ള ഒരു സ്ത്രീക്ക്, ഒരമ്മയ്ക്ക് ആ കുടുംബത്തിനെ സ്വർഗമാക്കാൻ കഴിയും. പക്ഷേ തൻ്റെ ഭർത്താവിനേക്കാൾ പിടിവാശിയും ഭാര്യയേക്കാൾ പിടിവാശി ഭർത്താവും എന്നുള്ള തലത്തിൽ പുതിയ ഈ തലമുറയിലെ പലരും, ഒരു പരസ്യമുണ്ടല്ലോ, ഇപ്പൊ കല്യാണം വേണ്ട, ഒരു 2-3 വർഷം കഴിയുമ്പോൾ മതി, അപ്പലല്ലേ നമ്മൾ ഈക്വൽ ഈക്വൽ, അങ്ങനെ ഒരു പരസ്യം വരാറുണ്ടല്ലോ. യെസ് ഓർ നോ? വിശ്വാസം അതല്ലേ എല്ലാം, അല്ലേ? ഏതാ പരസ്യം? ആരാ പറയുന്നത്? ഓക്കെ, ഈ 2 കാര്യങ്ങൾ കൊണ്ട് തന്നെ നമുക്ക് മനസ്സിലായല്ലോ നമ്മൾ അടിമകളാണ് എന്ന്. ആരുടെ? പരസ്യക്കാരുടെ. അപ്പൊ നിങ്ങളുടെ മക്കൾ എങ്ങനെ നിങ്ങളുടേതാകും? അവർ പരസ്യക്കാരുടെ അടിമകളല്ലേ? അവർ പടച്ചോന്റെ അടിമയല്ലല്ലോ, അവർ ഖുർആന്റെ അടിമയല്ലല്ലോ. സോ നിങ്ങളുടെ മക്കൾ നിങ്ങളല്ല എന്ന് നിങ്ങൾ തന്നെ ഇപ്പൊ 2 വട്ടം പറഞ്ഞു കഴിഞ്ഞു. റൈറ്റ്? ശരീരം കൊണ്ട് അവർ നിങ്ങളുടേതാണ്, പക്ഷേ അകം കൊണ്ട് അവർ നിങ്ങളുടേതായിരുന്നു പണ്ട്. ഇപ്പോ അല്ല എന്നാണ് പറഞ്ഞത്. ബാക്കി നമുക്ക് നാളെ കാണാം. അപ്പൊ നമ്മൾ വീണ്ടും വിഷയത്തിലേക്ക് പോകുന്നു. ജീൻസ്. ഈ ചിന്ത പെൺകുട്ടിയിൽ ആണിന്റെ സ്വഭാവം വർദ്ധിപ്പിക്കും. ഒരു പെണ്ണിൽ സ്ത്രീത്വം വർദ്ധിപ്പിക്കുന്ന ഹോർമോൺ, നമ്മളൊരു ഹോർമോണൽ എൻഡോക്രൈൻ സിസ്റ്റവും കൂടെ ഉള്ള ആളാണ്. പെണ്ണിന്റെ ക്വാളിറ്റി ആകുന്നത്, ഇവിടെ ഹോസ്പിറ്റലിലെ പ്രൊഫഷൻസ് വരെ ഇരിപ്പുണ്ട്, ഒരു സ്ത്രീ ഒരു ഉത്തമയായ സ്ത്രീ ആകുന്നത് അവളിൽ സ്ത്രീത്വം വർദ്ധിക്കുമ്പോഴാണ്, അതോ പുരുഷത്വം വർദ്ധിക്കുമ്പോഴാണോ? സ്ത്രീയിൽ സ്ത്രീത്വം വർദ്ധിക്കുന്നതിനുള്ള ഹോർമോണാണ് ഈസ്ട്രോജൻ. റൈറ്റ്? പുരുഷനിൽ പുരുഷന്റെ ഹോർമോൺ വർദ്ധിപ്പിക്കുന്ന ആ ഹോർമോണാണ്, അല്ലെങ്കിൽ പുരുഷത്വം വർദ്ധിപ്പിക്കുന്ന ഹോർമോണാണ് ടെസ്റ്റോസ്റ്റിറോൺ. ആൻഡ്രോജൻ എന്ന ക്ലാസ് ഓഫ് ഹോർമോൺ. ആൻഡ്രോജൻ. ഡോക്ടറും ഇരിപ്പുണ്ട്. ശരിയല്ലേ ഡോക്ടർ? ശരിയാണ്. ഇനിയാണ് എൻ്റെ ചോദ്യം. എൻ്റെ മകളെ
ഞാൻ പുരുഷവേഷം കെട്ടിച്ചു കൊണ്ടു നടക്കുമ്പോൾ പുരുഷന്റെ ചിന്തകളും സ്വഭാവങ്ങളും എൻ്റെ മകളിലേക്ക് എത്തിച്ചേർന്നാൽ ഗ്രാജുവലി കുറച്ചു കഴിയുമ്പോൾ പെൺകുട്ടിയുടെ ഈസ്ട്രോജന്റെ ലെവൽ കുറയുമോ കൂടുമോ? കുറയും. പക്ഷെ നമ്മൾ പലരും മനസ്സിലാക്കാത്തൊരു കാര്യമുണ്ട്. ഒരു വ്യക്തിയിൽ തന്നെ ദൈവം മണ്ടനല്ല, അള്ളാഹു പടച്ചോൻ ദൈവം മണ്ടനല്ല. ദൈവം നമ്മളിൽ ഈ 2 ഹോർമോണും തന്നിട്ടുണ്ട്. നമ്മളിൽ തന്നെ ആൻഡ്രോജനുമുണ്ട്, നമ്മളിൽ തന്നെ ഈസ്ട്രോജനുമുണ്ട്. ശരിയല്ലേ ഡോക്ടർ? യെസ്. ഞാൻ എൻ്റെ പുരുഷത്വത്തെ കുറച്ചുകൊണ്ട് എൻ്റെ സ്ത്രീത്വം വർദ്ധിപ്പിക്കുന്ന രീതിയിൽ ആ ശീലത്തിലേക്ക് പോയി കഴിഞ്ഞാൽ ഗ്രാജുവലി എൻ്റെ ആൻഡ്രോജൻ്റെ ലെവൽ ഒരു ജസ്റ്റ് മൈന്യൂട്ട് അളവ് കുറയുകയും അല്ലെങ്കിൽ ഈസ്ട്രോജന്റെ അളവ് ഒരു മൈന്യൂട്ട് പാർട്സ് പെർ മില്യൺ PPM അല്ലെങ്കിൽ വളരെ മൈന്യൂട്ട് അളവ് ഒന്ന് കൂടുകയും ചെയ്തു കഴിഞ്ഞാൽ എന്നിൽ സ്ത്രീ സഹജമായ ക്യാരക്ടേഴ്സ് ഡെവലപ്പ് ചെയ്യുകയും പുരുഷന്റെ ക്യാരക്ടേഴ്സ് കുറയുകയും ചെയ്യും. ദെൻ സ്ത്രീയിലേക്ക് നേരെ പോകുമ്പോൾ പെൺകുട്ടികളിൽ പുരുഷന്റെ ഹോർമോൺ ഒരു ലെവൽ ഒരു തുള്ളി കൂടുകയും സ്ത്രീയുടെ ഹോർമോൺ അല്പം ലെവൽ കുറയുകയോ സ്റ്റേബിളോ ആവട്ടെ, പക്ഷേ പുരുഷന്റെ ഹോർമോൺ ഒരു തുള്ളി കൂടുകയാണെങ്കിൽ, ഞാൻ ബഹറിൽ നിന്ന് കഴിഞ്ഞ ആഴ്ച തിരിച്ചു വരാനായി എയർപോർട്ടിലേക്ക് പോകാൻ നിൽക്കുമ്പോൾ ന്യൂലി വെഡഡ് കപ്പിളായിട്ടുള്ള ആൾക്കാരെയൊന്നും പറയില്ല, എന്നെ കൊന്നാലും പറയില്ല, ഒരു ഫാമിലി, അവിടെ തെളിവുണ്ട്, 2 ഫാമിലി ഒരുമിച്ച് വന്നു ഗിഫ്റ്റുകളും ഒക്കെ ആയിട്ട്. അതിൽ ആ ഒരു ഫാമിലി മറ്റേ ഫാമിലിയുടെ മുമ്പ് വെച്ച് തന്നെ പറഞ്ഞു, സാർ പറഞ്ഞത് മുഴുവൻ എൻ്റെ ലൈഫിൽ കറക്റ്റാണ്. ഞങ്ങൾ 6 വർഷമായി കല്യാണം കഴിച്ചിട്ട് എൻ്റെ ഹസ്ബൻഡിന് ഒരു പ്രോബ്ലവുമില്ല. എനിക്ക് ഒരു കുഞ്ഞു പ്രോബ്ലം ഉണ്ട്. സാറ് പറഞ്ഞതുപോലെ ടെസ്റ്റോസ്റ്റിറോൺ, ആൻഡ്രോജൻ എന്ന ആ ടെസ്റ്റോസ്റ്റിറോണിൻ എന്നിൽ ഒരല്പം കൂടുതലാണ്.